أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായ അമല്, നമുക്ക് ഏറ്റവും വേഗത്തിൽ പതിവാക്കാൻ പറ്റുന്നതുമായ പല ലിസ്റ്റാണ് മുപ്പറ് പറയുന്നത്. അതിലിപ്പം എന്ത് പറഞ്ഞു? നിസ്കാരം പറഞ്ഞു, പിന്നെ തിലാവത്തുൽ ഖുർആൻ പറഞ്ഞു, പിന്നെ മൂന്നാമത്തേത് ദിക്റാണ്. അപ്പോൾ സലാത്ത് കാണുന്നില്ലല്ലോ എന്ന് പരാതിയില്ല. അതുകൊണ്ട് ദിക്ർ എന്ന് പറഞ്ഞത് വിശാലമായ അർത്ഥത്തിനാണ് പ്രയോഗിച്ചു. പറഞ്ഞാൽ കോലി കിട്ടുന്ന ഏത് കലിമത്തും ദിക്ർ എന്നുള്ള അർത്ഥത്തിനാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പം സലാത്തും വിട്ട്, തസ്ബീഹ് വിട്ട്, ഹവക്കലത്ത് വിട്ട്, എല്ലാം വിട്ടു. തിലാവത്ത് ഖുർആൻ കൊണ്ട് ഖാസാക്കിയിട്ട് പറഞ്ഞു. അതാ മുജിബാത്തുർ റഹ്മത്തിൽ വിശദീകരിച്ചല്ല. ദിക്ർ എന്ന് പറഞ്ഞതിൽ പ്രവർത്തനങ്ങളും പെടുന്നു. റുകൂഅ്, തവാഫ്, സുജൂദ്, നിസ്കാരത്തിലെ ഇരുത്തം. അപ്പം കൗലാലും ഫിഅലാലും തഫക്കറാലും വരുന്ന എല്ലാം കൂലി കിട്ടാവുന്നുണ്ടോ അതെല്ലാം. അപ്പം അംറും ബിൽ മഅറൂഫ് വിട്ട്, നഹ്യുൻ അനിൽ മുൻകർ വിട്ട്, മുജിബാത്തുർ റഹ്മാൻ നമ്മളെ കിതാബുണ്ടല്ലോ അതിൽ. അപ്പൊ ഇവിടെ സലാത്ത് തസ്ബീഹ് പ്രത്യേകം ഇല്ല എന്നുള്ള പരാതി പോയി. عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖൈരി അമാലിക്കും, നിങ്ങളുടെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ അമല് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നാ ചോദ്യം. അമാല് മൊത്തം ഖൈറുണ്ട്, അതിലേറ്റവും ഖൈർ ആ ഖൈർ എന്നുള്ള തഫ്ളീൽ എന്താക്കി ഇളാഫത്താക്കി പറഞ്ഞല്ലോ. അമലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈർ. വാസിക്കാഹ എന്ന മലീക്കും, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലാർഹമായ കാര്യം. വാർഫഇഹ ഫീ ദറജാതിക്കും, നിങ്ങളുടെ ദറജയിൽ ഏറ്റവും ഉയരം കൂടിയത്. അപ്പം എത്ര മഹത്വം പറഞ്ഞു? ഒന്ന് ഖൈറായ അമലാണ്, മറ്റൊന്ന് അസ്കയാണ്, അർഫാണ്. ഇനി 4 വഖൈറല്ലക്കും മിൻ ഇഅതാഇൽ വഹബി വൽ ഫിദ്ദത്തി വൽ വരിഖി, സ്വർണ്ണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാളും ഖൈറായ കാര്യം. അപ്പം സദഖനാക്കണം വേഗത്തിൽ. ശ്രദ്ധിക്കുന്നുണ്ടാണ്. വഖൈറല്ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും, നിങ്ങളുടെ അദുവിനെ കണ്ടുമുട്ടുന്നതവാ യുദ്ധത്തിൽ. എന്നിട്ടോ ഫതദ്രിബു അഅനാഖഹും, അവരുടെ ഉനുക്കിനെ നിങ്ങൾ വെട്ടുന്നു. വയദ്രിബു അഅനാഖക്കും, നിങ്ങളുടെ ഉനുക്കിനെ അവരും വെട്ടുന്നു. ചുരുക്കത്തിൽ എന്തായി? ഷഹീദാവും. ഇതിനെല്ലാം പറ്റുന്ന ഒരു പണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖാലൂ, അപ്പം എല്ലാവർക്കും ആഗ്രഹമായി. വമാ ദാക യാ റസൂലല്ലാഹ്, എന്താണ് അമല് ഇത്ര മഹത്വമേറിയത്? കാരണം ഹയാത്തുള്ള കൽബാണെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ തന്നെ അതിനോട് ചാട്ടം വരുമല്ലോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ ദിക്റാകുന്നു എന്ന് പറഞ്ഞു. ഏത് ദിക്ർ? ദിക്റെന്ന് പറയാവുന്ന എന്തു? ഫഖാല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിൻ്റെ അദാബിനെ തൊട്ട് ഏറ്റവും രക്ഷപ്പെടുത്തുന്ന ഒന്നുമില്ല അല്ലാഹുവിന്റെ ദിക്റിനേക്കാൾ കവിഞ്ഞൊന്നും പറ്റില്ല. കാരണം ഖൈറായമാലായി, പിന്നെ അസുഖയായി, ദറജ ഉയർത്തി, സ്വർണം വെള്ളിയും ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഖൈറായി, യുദ്ധക്കളത്തിൽ പോയി ഷഹീദാവുന്നതിനേക്കാളും അഫ്ളലായ അമൽ ദിക്റാന്നാ പറഞ്ഞു വന്നത്. അപ്പൊ ഫഖാല എന്ന് പറയുമ്പോൾ ഹദീസിനെ തുടർന്ന് പറഞ്ഞതായിട്ടുള്ള പാകിട്ടിട്ട് പറഞ്ഞില്ല. നോക്കിയില്ലേ? സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു, അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ ഏത്?
ഫഖാല, അപ്പോൾ ആര് മറുപടി പറഞ്ഞു? സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ തഖറഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ എന്ന് ചോദിച്ചു. എന്താണ് ഖുർആനാണ് എന്ന് വരുത്താനെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിന് ദലീല് എന്താ ഉണ്ട്? വല ദിക്റുല്ലാഹി അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിക്ർ എന്നുള്ളത് മസ്ദറാണ്. അപ്പൊ അള്ളാഹു എന്ന എപ്പോഴത്തേക്ക് ഇദാഫത്ത് ഏതാ? മഫ്ഊലിലേക്ക്. അങ്ങനെ പറയുമ്പോൾ എന്തായി? നമ്മളെ സുലൂക്കിയായ ദിക്റായി. അബ്ദ് ചെയ്യുന്ന പണിക്കല്ലേ സുലൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അള്ളാഹുവിനെ ദിക്ർ ചെല്ലൽ എന്ന് വന്ന്, അപ്പൊ സുലൂക്കി മഫ്ഊലിലേക്ക്. മറ്റൊന്ന്, നമ്മൾ അങ്ങോട്ട് ദിക്ർ ചെല്ലുമ്പോൾ ഒരു സുലൂക്ക് കൊണ്ടെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജദബ് കൊണ്ട് ഇങ്ങോട്ട് ഇറക്കും. വദ്കുറൂനി എന്ന് പറഞ്ഞത് ഏതാ? സുലൂക്കി. അത് കുറുക്കം എന്ന് പറഞ്ഞതോ ജദബി. അപ്പോൾ അബ്ദിന്റെ വക്കൽ നിന്ന് അള്ളാഹുവിന് കൊടുത്ത ദിക്റിനേക്കാൾ ഏറ്റവും അഫ്ളലാണ് ഏത്? അള്ളാഹിന്റെ വക്കൽ നിന്ന് അബ്ദിന് കിട്ടിയത് എന്നായി സുലൂക്കി. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അത് അഖീല മഅനാഹു വല ദിക്റുല്ലാഹി തആല ഇയ്യാകും. അതന്നെ എന്തുകൊണ്ട് ദിക്ർ എന്നുള്ള മസ്ദറിന് എന്തിനേക്കാണ് ഇദാഫത്ത് എന്ന് നേരത്തെ മനസ്സിലായിട്ടില്ല. എന്തോ ഓടാത്തതിലുണ്ട്. എല്ലാവർക്കും ഉള്ള പരാതി ഒന്നും തിരിയുന്നില്ല ഉസ്താദേ. എന്താ നമ്മൾ ചെയ്യാൻ പറ്റി? ഫായിലേക്കാണോ അഫ്ളിലേക്കാണോ? ഇത് എന്തായി? അല്ലാഹു തആല നിങ്ങൾ ദിക്ർ ചെയ്യലേ. അപ്പം സുലൂക്കിയല്ല, ജദ്ബിയായ ദിക്റാണ്. അതാ അക്ബറു മിൻ ദിക്രിക്കും ഇയ്യാഹു. നിങ്ങൾ അള്ളാഹ്ക്ക് ദിക്ർ കൊടുക്കുന്നതിനേക്കാണ് അഫ്ളലാണ് അള്ളാഹിന്റെ വക്കൽ നിന്ന് നിങ്ങൾക്ക് ദിക്ർ കിട്ടുക എന്നുള്ളത്. പക്ഷെ ഫദ്കുറൂനിന്റെ സുലൂക്കിന്റെ മുകളിലാണ് അള്ളാഹു ഉണ്ടാക്കിയത് ജദ്ബിനെ കൊളുത്തി വെച്ചിരിക്കുന്നത്. അതാ വഹാദ. അപ്പൊ സൽമാൻ അൽ ഫാരിസി തങ്ങളെ വ്യാഖ്യാനം അങ്ങനെ പോയി. വഹാദ യുർവ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടും ഇപ്രകാരം റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാളായി. വഖാല ഇബ്നു സൈദ് വഖതാദത്തു റളിയല്ലാഹു അൻഹു മഅനാഹു വല ദിക്റുല്ലാഹി അക്ബർ മിൻ കുല്ലി ഷൈഅൻ. അക്ബർ എന്ന് പറയുന്ന അവസരത്തിൽ ഇസ്മു തഫ്ളീൽ വരുമ്പോൾ എന്തിനേക്കാൾ എന്നുള്ള ഒരു മുഫദ്ദൽ പറയണം. ഇയാള് ബെൽദാദ് എന്ന് പറഞ്ഞാൽ ആരേക്കാൾ വലുത്? അതിന് അപ്പുറം ഒരു മുലാഫ് ഇലൈഹി വേണോ? അപ്പൊ മൂപ്പർ എന്താക്കി? നിങ്ങളെ ദിക്റും അല്ലാഹുവിന്റെ ദിക്റും താരതമ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കൊടുത്ത സുലൂക്കിയായ ദിക്റിനേക്കാൾ അഫ്ളലാണ് ഏത്? അല്ലാഹുവിന്റെ ജദ്ബിയായ ദിക്ർ എന്ന് വന്ന് ഇവിടെ കൊടുത്തെന്താ? അക്ബർ മിൻ കുല്ലി ഷൈ. അപ്പൊ റഹ്മത്തി സംഗതിയെല്ലാം തന്നെ കദാഫിൽ അസ്ലിൽ മൻഖൂൽ മിൻഹു. ഇനി വലഅല്ലഹു അബൂ സയ്യിദ്. ഈ അബൂ സയ്യിദ് അവിടെ കാണുന്നത് ഇബ്നു സയ്യിദ് എന്നല്ലേ കാണുന്നത്? അത് അബൂ സയ്യിദാവാനാണ് സാധ്യത. ഇബ്നു എന്നല്ല, അബൂ. എന്തുകൊണ്ട്? അൽ അൻസാരിയു സഈദ് ഇബ്നു ഔസ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അഹദുൽ അഇമ്മത്തിൽ ലുഗത്തി വൽ അദബ്. അപ്പൊ ഇബ്നു എന്നല്ല, അബൂ നാവാനാ സാധ്യത എന്നാണ് മൂപ്പർ പറഞ്ഞത്. അത്രത്തോളം തഹഖീഖ് നോക്കിക്കഴിഞ്ഞു മൂപ്പർ. ഏത് അള്ളാഹ് കൊടുക്കുന്ന മാല ആയതിനകത്ത് വല ഒതുന സമയത്തെന്നല്ലേ പറഞ്ഞത്. പിന്നെ അതിന്റെ കുറച്ച് വ്യാഖ്യാനം എന്താക്കിയിട്ടുണ്ട്? മാല ഒതുന സമയത്തൊന്നും കുറച്ച് കേട്ടിട്ടില്ല. അർറഹ്മാൻ സൂറത്തോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് അതിന്റെ ഹഖീഖത്താണ്. മറ്റേത് ഒരു മിസാലി പറഞ്ഞാവുന്ന ഒരു സാമ്പിളാണ് ഇത് കേട്ടത്. അപ്പൊ മാല ഉദുനു സമയത്ത് വലാ ഖതറ അലാ കൽബിൻ എന്ന് പറഞ്ഞത് എന്തല്ല? വൈരുദ്ധ്യല്ല. ഹഖീഖത്തനുസരിച്ചിട്ടുള്ളത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നേരെ പറഞ്ഞിട്ടുണ്ട്. അതിന് സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ. അത് പഴങ്ങളുണ്ട്, അത് പഴം തീരൂല. അതിൽ നല്ല വൃക്ഷങ്ങളുണ്ട്, അത് തണൽ തലകാലം നിലനിൽക്കും. അരുവികളുണ്ട്. ഇതൊക്കെ മിസാലുകൾ മാത്രമാണ്, ഹഖീഖത്തായിട്ടില്ല. അത് നമുക്കെന്ന മശായില ആരോ പറഞ്ഞ അഹമ്മദ് സാലി സഖാഫ് നമുക്ക് അന്നാടെ സദസ്സിൽ പോയപ്പം പറഞ്ഞു മസലുൽ ജന്നത്തിലെത്തി
അപ്പം മസല എന്ന് പറഞ്ഞാൽ ഹഖീഖത്തായിക്കൊള്ളുന്നില്ല. ഇതുപോലത്തെ ഒരു സാമ്പിൾ കാണിച്ചെടുത്താണ് മസായിലുണ്ടോ. അന്ന് മറ്റേ മിസ്സിൽ വന്നിട്ട് അതിലെ കുറച്ച് കാണുമ്പോൾ അത് കേൾക്കായിരുന്നു. അത് മറ്റേ ദിക്കറും തമ്മിലുള്ള താരതമ്യം ചെയ്തത്. അക്ബർ എന്ന് പറഞ്ഞാൽ ഈ ഹിസ്സിയായ വലിപ്പമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി തംലഉ സമാവാതി, അല്ലേ? ആകാശഭൂമിയെ നടക്കാവുന്ന അളമത്തതിനുണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിക്കുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൻസീഹും അതിൽപ്പെട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടുന്ന ഉലൂഹിയ്യത്തിൻ്റെ സിഫാത്തുൽ ഉലൂഹിയ്യ കംപ്ലീറ്റ് അടങ്ങിയ ഹംദും. അപ്പൊ ഹംദും തസ്ബീഹും കൂടെ കൂട്ടിച്ചേർത്താൽ എന്തായി? അള്ളാഹുവിൻ്റെ ജലാലിയും ജമാലിയുമായ സിഫാത്ത് മുഴുവൻ ഉൾക്കൊണ്ടു. അത് ഉൾക്കൊള്ളാൻ ഈ ആലം മതിയാവില്ല. അതിനൊരല്പം ഒരു തജല്ലിയത്തിങ്ങനെ കാണിക്കാന്നല്ലാതെ ആലം മതിയാവില്ല. എന്നിട്ട് തന്നെ ടേപ്പ് വെച്ച് അളക്കാനല്ല. ഇപ്പം ആ മുസീബത്ത് ഇപ്പം ഇല്ലേ ഇല്ല. നമ്മളെ ഫോണോ അതോടുകൂടി തകരാറ് പോയി. ഇപ്പം സംഗതി മനസ്സിലായപ്പോൾ وذكر ابن أبي الدنيا رضي الله عنه عن ابن عباس رضي الله عنهما أنه سئل أي العمل أفضل ചോദിച്ചു. قال ذكر الله ഇബ്നു അബി ദുനിയ ആരാണ്? കുറഞ്ഞ ആളല്ല. അൽ മുഹദ്ദിസു അബ്ദുല്ലാഹ് ബിൻ മുഹമ്മദ് ഇബ്നു ഉബൈദ് അൽ ഖുറശി മൗലാഹു അൽ ബഗ്ദാദിയു അൽ മഅറൂഫ് ഇബ്നു അബി ദുനിയ എന്നാണ് പ്രസിദ്ധം. 208 ജനനം, 281 വഫാത്ത്. അപ്പം എത്ര പഴയ ആളാണ്. സാഹിബു തസാനീഫിൽ കസീറത്തി സായിറ, ലോകത്ത് മുഴുവനും പ്രസിദ്ധമായ ധാരാളം കിതാബിൻ്റെ ഉടമയാണ്. വമുഅദ്ദിബു അബ്നാഇൽ ഖുലഫാ, ഖുലഫാക്കളെ മക്കളെ നന്നോളം പഠിപ്പിച്ച ആൾ വന്നു. കാന മുതവസ്സിഅൻ ഫിൽ ഇൽമി വൽ അഖ്ബാർ, ചരിത്രങ്ങളിലും ഇൽമിലും വളരെ വിശാലമായ അറിവുള്ള ആളാണ്. ഹത്താ ഖീല ഇദാ ജാലസ അഹദൻ ഇൻഷാ അല്ലാഹ് ഇൻഷാഅ മഅകഹു വഇൻഷാഅ അബ്ഖാഹു ഫി ആനിൻ വാഹിദ്. ആരോടെങ്കിലും മൂപ്പർ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിരിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ചിരിപ്പിക്കുന്ന കാര്യം പറയും. കരയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്താകും? കരയിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഫിയാനി മഹൽ ഒരേ സമയത്ത് തന്നെ ലിത്തിസായി മഹഫൂദിഹി എന്നാണ് നമ്മുടെ ഇൽമിൻ്റെ വിശാലതയാണ് ഓർമ്മ. വദക്കറ ഇബ്നു അബി ദുനിയ തന്നെ ഹദീസൻ മുർസലൻ. മുർസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുത്തയച്ചെന്നല്ല, താബീന് ശേഷം ആൾ പോയത്. താബിഇനെ എത്തിച്ച് താബിഇന് ശേഷം എന്താക്കണം? ഒന്നിക്കൊരു സഹാബി, ആ സഹാബി വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി, അപ്പൊ തങ്ങളിലേക്ക് എത്തിയാൽ അത് മർഫൂഇന് വരെ. അപ്പൊ തങ്ങളുടെയും താബിഇന്റെയും ഇടയിൽ ആരോ തള്ളി പോയിട്ടുണ്ട്. അതൊന്നും കേസല്ല. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു അഹ്ലിൽ മസ്ജിദ് ഖൈർ, പള്ളിക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ അഹ്ല് ആരെന്ന് ചോദിച്ചു. ഖാല അക്സറുഹും ദിക്റൻ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആ കൂട്ടത്തിൽ നിന്ന് ധാരാളമായി ദിക്ർ വരുന്ന ആള് അതാണ് അത്. ഖീല അയ്യുൽ ജനാസത്തി ഖൈർ, ജനാസകളിൽ നിന്ന് ഖൈർ ഏത്? മയ്യിത്ത് കൊണ്ടുപോകുന്നതിനാണല്ലോ ജനാസ എന്ന് പറയുന്നത്. ഖാല അക്സറുഹും ദിക്റൻ ലില്ലാഹി അസ്സ വജല്ല, കൂടുതൽ ദിക്ർ സംഭവിക്കുന്ന ജനാസ ഏതാണോ അതാണ് ഖൈറായ ജനാസ. ഇപ്പോൾ ജനാസ ദിക്ർ പറ്റൂല എന്ന് ഇപ്പം പറയുന്നു. പത്രം വായിക്കുക പോലെ സംസാരിക്കുക പോലും അതിനൊന്നും കേസില്ല, ദിക്റ പറ്റാത്ത. മുജാഹിദീന ഖൈർ, ഏത് ഇപ്പോഴത്തെ മുജാഹിദല്ല. ഖാല അക്സറുഹും ദിക്റൻ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ ദിക്ർ കൂടുതലുള്ള മുജാഹിദീങ്ങളാരോ അവര്. ഖാല ഫഅയ്യുൽ ഹജ്ജാജി ഖൈർ, ഹാജിമാരുടെ കൂട്ടത്തിൽ ഖൈറായ ഹജ്ജാജ്, ഹജ്ജ് ചെയ്യുന്ന ആളുകൾ. ഖാല അക്സറുഹും ദിക്റൻ ലില്ലാഹി അസ്സ വജല്ല. ചുരുക്കത്തിൽ ഇവിടെ എന്ത് വന്നെന്നറിയോ? പള്ളി എന്തിനുള്ളതാണ്? ദിക്റിനുള്ളത്. ജനാസയിലും കിട്ടേണ്ട ഖൈർ ഏതാ? ദിക്ർ. മുജാഹദ കൊണ്ട് കിട്ടേണ്ട ഖൈർ ദിക്ർ.
അതുപോലെ ഹജ്ജ് കൊണ്ട് കിട്ടേണ്ട ഫായിദ ദിക്ർ. ആബിദീങ്ങളുടെ കൂട്ടത്തിൽ ഖൈറാരി അക്സറും ദിക്റിലില്ലാഹി അസ്സ വജല്ല. ഏത് മേഖലയിലും ദിക്ർ വർദ്ധിക്കലനുസരിച്ചാണ് ഖൈരിയത്ത് ഇപ്പൊ പോയി. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഹബദ്ദാകിറൂന ബിൽ ഖൈരി കുല്ലിഹി. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന ആളുകൾ എല്ലാ ഖൈറും എടുത്തിട്ട് പോയി കളഞ്ഞു. വഖാല ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാണത്? ഉബൈദ് ഇബ്നു ഉമൈർ ലൈസിൽ മക്കി, വഫാത്ത് ഹിജ്റ 74-ലാണ്. പഴയ ആള്. അൽ വാഇൽ, അതിനൊന്നും അർത്ഥം വെക്കണ്ട, പല തിരിയുന്ന കാര്യം. അൽ വാഇൽ അൽ മുഫസ്സിർ മിൻ സിഖാത്തി താബിഈൻ, താബിഈങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായ ആളാണ്. വഅയിമ്മത്തിഹിം ബിമക്ക, മക്കയിലുള്ള താബിഈങ്ങളായ ഇമാമിങ്ങളുണ്ടല്ലോ. വകാന യുദക്കിറുൻ നാസ, ജനങ്ങൾക്ക് വഅദ് പറയും. ആര്? ഉബൈദ്. അപ്പൊ ഫയഹ്ദുറു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുക്കും ആ മജ്ലിസിൽ. അപ്പൊ പിന്നെന്താണ് എന്റെ മഹത്വം പറയേണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ വഹുവ അവ്വലു മൻ ഖസ്സ, പൂർവികന്മാരായ ചരിത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ആദ്യത്താണ്. അമ്പിയാക്കളുടെ ചരിത്രം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ വദാലിക അലാ അഹദി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അറിവോട് കൂടിയാണ് സംഭവം. അപ്പൊ എന്തെങ്കിലും പറയുന്ന കഥയല്ല ഇത്. ഇന്ന അഅലമകും ഹാദൽ ലൈലു അൻ തുകാബിദൂഹു, പിന്നെ വബഖിൽതും അലൽ മാലി അൻ തുൻഫിഖൂഹു വജബൻതും അനിൽ അദബി അൻ തുഖാതിലൂഹു. എന്താ പറയുന്നത്? ഈ രാത്രി എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് വലിയൊരു കോളാണ്. പക്ഷെ ആ രാത്രിയുമായി മത്സരിച്ച് അതിൽ നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതൊരു തീരാ നഷ്ടമാണെന്നാണ് പറയുന്നത്. രാത്രി എന്നുള്ളത് എന്താ? നിങ്ങൾക്ക് ഏറ്റവും ആഴമായ രാത്രിയാണ്. പക്ഷെ ആ തുക്കാബിദൂഹു, ആ രാത്രിയുമായി മല്ലിട്ടു എന്ന് പറഞ്ഞാലോ അത് ഉപയോഗപ്പെടുത്തുക. പക്ഷെ അതിന് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് മുതലുണ്ട്, ആ മുതൽ ചെലവാക്കാനും നിങ്ങൾക്ക് ബഖീൽത്തരം വന്നു. അപ്പൊ മുതലും കൊടുത്തുകൊണ്ടുള്ള നേട്ടം നോക്കി. ശത്രുക്കളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പേടിയായപ്പോൾ അന്തുക്കാത്തിലൂഹു, യുദ്ധം. ചുരുക്കത്തിൽ എന്തായി എന്നറിയോ? രാത്രി ഉറക്കോടെ ഇബാദത്തെടുക്കാനും കഴിഞ്ഞില്ല, ബാല് ചെലവാക്കിയിട്ട് ദാനധർമ്മം ചെയ്യാനും സാധിച്ചില്ല, യുദ്ധത്തിന് പുകച്ച്. അപ്പൊ നേരത്തെ അബദ്ധങ്ങൾ നിങ്ങളെ ഹദീസിലേക്ക് എത്തി. ഇതിനേക്കാൾ അപ്പതല ഉണ്ടെന്നോ ഇതിൽ പരിഹരിക്കണം. അതുകൊണ്ട് അവിടെ അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിച്ചോളൂ, ഈ നഷ്ടത്തിനൊക്കെ പരിഹാരമായി എന്ന് പറഞ്ഞു. അവിടെ യുദ്ധം അതിന്റെ നാട്ടിന് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്താനാണ് ഉണ്ടാക്കുന്നത്. യുദ്ധം ചെയ്ത് പള്ളിയിൽ ഭൂമിയിൽ കെട്ടിടം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ദിക്റിന് വേണ്ടിയിട്ടാണ്. ലിമൻ അറാദ പറഞ്ഞില്ല, ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. അത് രാത്രി പകലെ മാറി മാറി വരുന്നത്. പകലത്തെ ചൂട് തണുപ്പിക്കാൻ രാത്രിത്തെ തണുപ്പ് ഓർക്കാൻ വേണ്ടി പകല്, അങ്ങനെയല്ല. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. ഇത് കലിമത്ത് തയ്യിബിൽ നിന്ന് നക്കലാണ്. കിതാബിന്റെ പേരത്. قال سيدنا الإمام القطب عبد الله بن علوي الحداد رضي الله عنه شعرا, ഒരു പാട്ട് പാടുന്നു. واذكر إلهك ذكرا لا تفارقه فإن من ذكرك السلطان في القرب. അള്ളാഹുവിൻ്റെ ദിക്ർ നീ എന്താക്കണം? ദിക്ർ ചൊല്ലണം. അതിന് ഒരിക്കലും കൈവിടരുത്. ദിക്ർ എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ സ്ഥാനത്താണ്. ഖുർബത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിലെ തൊട്ട് ഇബാദത്താണല്ലോ ഖുർബത്ത്. ഖുറഫ് എന്ന് പറയും പോലെ. അപ്പൊ മറ്റുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഒരു സുൽത്താനാണ് ദിക്ർ എന്നുള്ള സാധനം. മറ്റുള്ള ഇബാദത്തിന് ഇബാദത്താക്കി മാറ്റുന്നതിന് എന്താണ്? അത് അള്ളാഹുമായുള്ള ദിക്ർ കണക്ഷൻ നോക്കിയിട്ടാണ്. وقال في قصيدته العينية والذكر لازمه وواظبه على
مر الزمان مع الحضور الأجمعين فهو الغذاء لكل قلب مهتدي وهو الدواء لكل قلب موجعي والذكر അള്ളാഹുവിൻ്റെ ദിക്റിനെ നീ ലാസിമാക്കണം. വവാദിബുഹു അത് ഇടമുറിയാതെ തുടർന്ന് പോവുകയും വേണം. അലാ മർറി സമാൻ കാലം എത്ര നീണ്ടാലും തുടർന്ന് പോകണം. അതെങ്ങനെ മഅൽ ഹുദൂരിൽ അജ്മഈ കൽബ് മുഴുവനും ഏകീകരിച്ചു കൊണ്ടുള്ള ഹുദൂറോടുകൂടി. നാവ് ഇങ്ങനെ പഴക്കുന്ന മനസ്സിലടിയോ സഞ്ചരിച്ചാൽ നാവും മനസ്സും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് അതിന് രണ്ട് പദവിയുണ്ട്. ഭക്ഷണത്തിന്റെ സ്ഥാനത്തും മരുന്നിന്റെ സ്ഥാനത്തും നോക്കുന്ന പറയുന്നത്. എന്തുകൊണ്ട് ഫഹുവൽ ഖിദാഉ അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞത് ഭക്ഷണമാണ്. ലികുല്ലി ഖൽബിൻ മുഹ്തദി ഹിദായത്ത് കിട്ടിയ കൽബുണ്ടല്ലോ, ഹിദായത്ത് കിട്ടിയ കൽബിൽ നിന്നുകൊണ്ട് കൂടുതൽ മരുന്നൊന്നും വേണ്ട, അതിന് ആരോഗ്യമുണ്ട്. പിന്നെ ആവശ്യത്തിന് ഭക്ഷണം അതാ. വഹുവ ദവാഉ അത് മരുന്നാണ്. ഇത് ദിക്ർ ലികുല്ലി ഖൽബിൻ മുജഹി വേദന പിടിച്ച അല്ലെങ്കിൽ രോഗം ബാധിച്ച കൽബുകൾക്ക് മരുന്നുമാണ്. രോഗം ബാധിച്ച കൽബിനല്ലേ മരുന്ന് കൊണ്ടുപോകും. അപ്പം ഭക്ഷണത്തിന്റെ സ്ഥാനത്തും മരുന്നിന്റെ സ്ഥാനത്തും രണ്ടും അത് ഉപയോഗിക്കാവുന്നതാണെന്നാണ്. عن معاذ بن جبل رضي الله عنه قال آخر كلمة فارقت عليها رسول الله صلى الله عليه وسلم. മുആദ് ബിൻ തങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലുമായി അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം ഞാൻ പിരിഞ്ഞ അവസാനത്തെ വാചകം എവിടത്തേക്ക് മൂപ്പർ യമനിലേക്ക് അയക്കുന്നു. എന്നിട്ടാണ് യാത്ര അയച്ച് തങ്ങൾ നടന്നുപോയി. മൂപ്പർ വാതിൽപ്പുറത്തുണ്ട്. എന്താ പറഞ്ഞ, നീ തിരിച്ചു വരുമ്പം എൻ്റെ കബറയെ കാണുള്ളൂ എന്നും പറഞ്ഞല്ലോ, മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ അവസാനം പിരിഞ്ഞതിൽ ഖുൽതു യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅഹബ്ബിൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണമെന്നു. ഖാല അൻ തമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹി അസ്സ വജല്ല. നിന്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് സജീവമായ നിലക്ക് നീ മരിക്കലാണ് എന്നാണ് പറഞ്ഞത്. അപ്പം എപ്പം മരിക്കും? എപ്പോഴും മരിക്കാം. അപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന എല്ലാ സമയത്തും ദിക്റുണ്ടാവണം നോക്കണം. ഇത് അഖ്റജഹു ഇബ്നു ഹിബ്ബാൻ ഫീ സഹീഹിഹി وابن السني في عمل اليوم والليلة والطبراني في الكبير وغيرهم وهو حديث حسن. ഇതെല്ലാം ഓടുന്നുണ്ടല്ലോ. ഫായിദത്തുൻ ഖാല ബഅദുൽ ആരിഫീൻ ഇന്ന അക്സറ മാ യഫ്തഹു അല്ലാഹു അലാ ആലി അബ്ദുല്ലാഹി ബഅലവി. അതെന്താ കിടക്കും? മൂപ്പറ കുടുംബാണല്ലത്. അപ്പം ബഅലവി അവിടെ അവർക്ക് ഏറ്റവും അല്ലാഹു തആല ഫതഹാക്കുന്നത് ബിതിലാവത്തിൽ ഖുർആൻ കൊണ്ടാണ്. അത് നേരത്തെ പറഞ്ഞു. അല്ല, ചില നിസ്കാരത്തിലൊന്നും പറഞ്ഞില്ലേ? മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അബ്ദുല്ലാഹി ബിൻ മുഹസിൻ അൽ-അത്താസ് ഗാലിബ് ഫുതൂഹുൽ അലവിയ്യീൻ ഫി സ്വലാത്ത്. അത് പിന്നെ ഓരോ വ്യക്തിക്കനുസരിച്ച് മാറും. ചിലക്ക് സലാത്തിൽ ചെല്ലുന്നതിലായിരിക്കും, ചില ദിക്റിലായിരിക്കും, ചിലക്ക് ഇൽമിലായിരിക്കും, ചിലക്ക് തിലാവത്തുൽ ഖുർആനായിരിക്കും, ചിലക്ക് നിസ്കാരമായിരിക്കും. അത് ആ വ്യക്തി വലിയ കാര്യങ്ങളിൽ പറയാൻ കഴിയില്ല. ഇനി ഒരു വ്യക്തിക്ക് തന്നെ അവസരങ്ങൾ മാറിയല്ല. വാക്കിസറുൽ ഫത്ഹി അലാ ആലി അഖീഹി അലിയ്യിൻ. ആരെ? ആലി അബ്ദുല്ലാഹി അല്ലേ നേരത്തെ പറഞ്ഞത്. ഓറെ സഹോദരൻ അലിയിൻ്റെ ആലില് ദിക്ർ കൊണ്ടാണ്. അതുകൊണ്ടല്ല, ഒരു കൂട്ടർക്ക് നിസ്കാരം കൊണ്ടായി, ഒരാൾക്ക് ദിക്ർ കൊണ്ടായി ഫത്ഹ്. അടുത്ത അമൽ ഏതാണ്? അദ്ദുആ. ദുആ സലാത്തിനും പെടുത്താം, ദിക്റിനും പെടുത്താം. സലാത്തിന് ദുആയിലുള്ളത്. പക്ഷേ മദ്ഊബ് ആർക്ക് വേണ്ടിയാ ദ്വാരക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളെ തടിക്കുമല്ല, മറ്റാരിക്കുമല്ല. അപ്പോൾ ദുആന്റെ അഫ്ളലിയത്തായി മദ്ഊബൻ ലഹുവിന് വേണ്ടിയിട്ടുള്ള മഖ്തം സലാത്തിന് മൊത്തം കൂടും.
عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ليس شيء أكرم على الله من الدعاء. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അക്രമായ ബഹുമാനം അർഹിക്കുന്ന ഒന്നുമില്ല ദുആനേക്കാൾ. അഖ്റജഹു അഹ്മദ്. قال سيدنا أحمد بن زين الحبشي رضي الله عنه ونفعنا الله به آمين يعلم شأن الدعاء فيقول يعلم شأن الدعاء فيقول إنه روح العبادات ومقصودها ദുആന്റെ കാര്യത്തിന് മൂപ്പർ വല്ലാതെ എന്താക്കും, മഹത്വപ്പെടുത്തി പറഞ്ഞു. ആര്? അഹമ്മദ് ബിൻ സൈൻ. എന്നിട്ടോ മൂപ്പർ പറഞ്ഞു ഇബാദത്തിന്റെ റൂഹും ഇബാദത്തിന്റെ മഖ്സൂദും അതാണെന്നാ പറയുന്നത്. അഹമ്മദ് ബിൻ സൈൻ ഫയഖൂലു ലൗ ലം യകുൻ ലിദ്ദാഇ, ഈ ദുആ ചെയ്യുന്നവന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാം. എന്നാ ആ ദുആ പറയല് തന്നെ ഒരു കിട്ടലാണ്, അതൊരു ഭാഗ്യം. എന്താ? ഇല്ല അന്നഹു ദക്കറല്ലാഹു തആല, അല്ലാഹു തആലക്ക് ദിക്ർ ചൊല്ലി എന്നതാണ് കിട്ടിയിട്ടില്ല. ഹാദാ ഇദാ ലം യദ്ഹർ ലഹു അസ്റുൽ ഇജാബ, ഇജാബത്തിന്റെ അസറൊന്നും കാണാത്ത സ്ഥലത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇജാബത്ത് എൻ്റെ അസർ കണ്ട് മഴ പെയ്യാം എന്തോ എന്നപ്പം മഴ പെയ്ത്, ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ചോറ് കിട്ടി, അത് വേറൊരു ഫായിദ. വഹസൂലു തലദ്ദുദി ബിമുനാജാത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലയുടെ മുനാജാത്ത് കൊണ്ട് ഒരു രസം അനുഭവിക്കലും. വതമല്ലുഖു ബൈന യദൈഹി, അവന്റെ മുമ്പിൽ സ്നേഹപ്രകടനം. വവുജൂദിൽ ഇഫ്തിഖാരി വൽ ഇൻകിസാർ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഫക്കീറാണ്, ഞാൻ മുങ്കസറാണ്, നീ തന്നെങ്കിലേ ഉള്ളൂ, നിന്റെ അനുഗ്രഹമല്ലാത്ത ഉറന്നില്ല എന്നുള്ള ആ ഇൻകിസാർ. ഇത് ഇങ്ങനെ ഇലാ ഗൈരി ദാലിക്, ഇങ്ങനെ പലതുകൊണ്ട് കൽബിന് ഒരു പദം വരുത്ത്, ഖുശൂഅ്, തൻബീറുൽ ഖൽബി വസഫാഇ, കൽബ് പ്രകാശിക്കലും അതിന് ശുദ്ധീകരണവും. വതഹയ്യുഇഹി ലിനുസൂലിൽ അസ്റാറി വൽ അൻവാർ, അള്ളാഹുവിൻ്റെ മക്കളിൽ നിന്നുള്ള അസ്റാറും അൻവാറും ആ കൽബിലേക്ക് ഇറങ്ങാൻ വേണ്ടി കൽബിനെ പാകപ്പെടുത്തി വെക്കല്. ഇതെല്ലാം ലക്കാന ദാലിക ആലമ മിനൽ ഇജാബ, ഇജാബത്തിനെ കാണാൻ അഫ്ളലായ സാധനമല്ല. എല്ലാം കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഇജാബത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. കിട്ടേണ്ട പലതും കിട്ടി. എന്നിട്ട് ചോദിക്കുന്നത് വായിന ദാലിക മിൻ ഹുസൂലിൽ ഇജഹാജത്തിൽ മത്ലൂബത്തി ബിദ്ദുആ, ദുആ കൊണ്ട് തേടപ്പെടുന്ന മത്ലൂബായ ഹാജത്ത് കിട്ടലും ഈ പറയപ്പെട്ട തമ്മിൽ എത്ര അനന്തരമായി കിടക്കുന്നത്, അകലമായി കിടക്കുന്നത്. അപ്പം ദുആന്റെ ഇജാബത്ത് കിട്ടുക എന്ന് പറഞ്ഞത് അത് നിസ്സാരം. അതിന് മുമ്പെന്തല്ലോ കിട്ടിയിട്ടുണ്ടേ, ഇത് ഓടുന്നില്ല. ഞാൻ മലയാളം പറഞ്ഞാൽ ഉസ്താദ് ക്ലാസ് എടുക്കാൻ വരും, അങ്ങനെ പറയുന്നുണ്ടോ ഞങ്ങൾക്കൊന്നും തിരിയൂല. കാലമയക്കൂനാലി, അത് ബുക്കവാക്കളിൽപ്പെട്ട ആളുമാണ്, ബുക്കവാകാണ്. പിന്നെ സാധാരണ നാടന്മാരെ പറ്റി എന്താ പറയുന്നത്, നമ്മുടെ റൂമിലുള്ള പെണ്ണിന്റെ സ്കിനെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ, നമുക്ക് മഴ കിട്ടണമെന്ന് വയർന്ന് മഴ കിട്ടുന്നതിനേക്കാൾ പലതും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. قال ويكون ذلك بمثابة موسى عليه السلام എന്ന സ്ഥാനത്തായിരുന്നു. എന്താ? جاء لطلب قبس أو جذوة من النار للاستلاء, രാത്രി സമയത്താണ് അങ്ങനെ തീ കണ്ടത്, നാറായി. എന്നിട്ടോ പെണ്ണുങ്ങളോട് പറഞ്ഞെന്താ, നീ അവിടെ നിൽക്ക്, അവിടെ പോയിട്ട് വഴി അന്വേഷിക്കുക, ഒരു ഷൂട്ടിങ് കഴിച്ചിട്ട് വരാം. അങ്ങനെ പോയി കിട്ടിയതോ വഴി. അപ്പൊ തേടിയതൊന്ന് വേറെ, കിട്ടിയതൊന്ന് വേറെ. നൂറ, അപ്പൊ അള്ളാന്റെ നൂറ കിട്ടിയത്. അത് റബ്ബിന്റെ അടുക്കൽ ഹലിയ് എന്ന് പറഞ്ഞ വലിയ സൗഭാഗ്യം കിട്ടിയ ഒരു മഹമൂബായ ഒരാൾക്ക് കൊടുക്കേണ്ട പ്രതിഫലം. തീയും ചോദിച്ചിട്ട് വന്നിട്ട് നൂറ കൊടുത്തത് സംഗതി ഞാൻ.
قال فإذا كان الحال هذا അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ولا ينبغي للداعي أن يمل الدعاء ദുആ ചെയ്തിട്ട് മടുക്കാൻ പാടില്ല. ഒരേ അവസരത്തിൽ എല്ലാം തീരോളം നോക്കണമെന്നല്ല അതിൻ്റെ മേലെ, അത് സാഹചര്യം നോക്കാനുണ്ട്. നിൽക്കിരിച്ചിട്ട് ആള് പോകാനുണ്ടെങ്കിൽ കാണാൻ പാടില്ല എല്ലാ ദുആയും പോയിരുന്നു കഴിഞ്ഞാൽ ആൾക്ക് ബുദ്ധിമുട്ടാവും. അത് ഉപേക്ഷിക്കാനും പാടില്ല. ദുന്യാവിൽ വെച്ച് അപ്പം തന്നെ ഇജാബത്തിന്റെ അസർ കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്നിട്ടെന്താ കാര്യം? എന്നിട്ട് മടുക്കാനോ ഉപേക്ഷിക്കാനോ വളരെ കിട്ടേണ്ടതൊക്കെയോ കിട്ടുന്നുണ്ട് ഇവിടെ. وقد حصل على الفوائد والعوائد التي أشرنا إليها നാം മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് ഫായിദ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം പരലോകത്ത് കുറെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ബാക്കിയുണ്ട്. ആഖിറത്തിലേക്ക് കിട്ടിയാൽ പിന്നെ ഏറ്റവും ഖൈറുമായി ഏറ്റവും അവശേഷിക്കുന്നതുമായി. والدار الآخرة خير للذين يتقون أفلا تعقلون. انتهى ملخصا من قرة العلم على حين يسير. കുറച്ച് ഭാഗം കളഞ്ഞിട്ടുണ്ടെന്ന്. وقال سيدنا الإمام محمد بن زيد بن سميت رضي الله عنه إن الفيض والجود الإلهية قد يكون بغتة ومفاجأة എന്നാ പറയുന്നത്. അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഫൈല്, അവൻ്റെ അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയല്, അതന്നെയാണ് ഇത് ജൂദുൽ ഇലാഹി. ഇലാഹിനെ കൊണ്ട് ചേർക്കപ്പെട്ട ഔദാര്യം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, ഓർക്കാപ്പുറത്ത് നമ്മൾ സബബൊന്നും കാണില്ല. ബഗ്തത്തൻ മുഫാജഅത്തൻ. ഇതുപോലെ കമാ ഹസൻ അലി സായിൽ അംബി അലൈഹിം സ്വലാത്തു വസ്സലാം, പല അമ്പിയാക്കൾക്കും കിട്ടിയതല്ല. മൂസാ നബി അലൈഹി സ്വലാം ഇതിങ്ങനെ വഹി വരുമെന്നും എന്നെ കലീമാക്കി തിരഞ്ഞെടുക്കുന്നൊന്നും ആദ്യം പ്രതീക്ഷിച്ചു പോയതല്ലല്ലോ. അതുപോലെ മഹൽ ജദബാത്തി റബ്ബാനിയത്തി, റബ്ബാനിയ ജദബാത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ മിൻ ഖുസൂസിൽ ഔലിയ, അവർക്കൊന്നൊക്കെ പെട്ടെന്നായിരിക്കും. വഖദ് യകൂനു ദാലിക, അതൊരിനം. വഖദ് യകൂനു ദാലിക ബിസാബിഖത്തി അമലിൻ, ചില മുൻകഴിഞ്ഞ അമലിന്റെ സബബ് കാരണത്താലും ആവാം. വതഹയ്യത്തി മഹല്ലിൻ, അതിനെന്താക്കണം, മഹല്ല് തയ്യാറാക്കണം. വസിഹത്തി ഇസ്തിഅദാദിന്, ഒരുക്കങ്ങളൊക്കെ സഹിയായി വരണം. വഹുവൽ അഗ്ലബു വൽ അക്സർ, അതാണ് ഗാലിബിലും കൂടുതലും ഉള്ളത്. അങ്ങനെയാണ്. ബിദാലിക ജറത് ആദത്തുല്ലാഹി വസുന്നത്തുഹു, അല്ലാഹുവിന്റെ ആദത്തും സുന്നത്തും അപ്രകാരമായി കൊടുക്കലാണ് എന്താക്കിയത് അല്ലാഹുവിന്റെ നടപ്പ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, അല്ലാഹു നടപ്പിലാക്കിയത് മാറ്റം വരുത്താൻ കഴിയൂല. ഇന്ന കാര്യങ്ങൾ നീ ഒരുക്കി തന്നാ ഇന്ന് ഞാൻ തരാന്ന് പറഞ്ഞാൽ അബ്ദിന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള പോലെ അഹദാണ്. നീ സുലൂക്ക് കൊണ്ടുണ്ടാക്കുക, എന്നാലോ ഞാൻ ഏറ്റ കാര്യം ഞാൻ പൂർത്തിയാക്കും. ജദബ്, അപ്പൊ സുലൂക്കും ജദബും തമ്മിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ പോകുന്നു. അതിന് ചോദിക്കുന്ന ഈ എന്താ നമ്മൾ സ്ഥാപിക്കായ അമലെന്ത് വേണം? നിനക്ക് ദിക്റ്, സലാത്ത്, മറ്റേ സാലിഹായ അമലെന്തെങ്കിലും ചെയ്തിട്ട് അതുകൊണ്ട് തവസ്സുലാക്കൽ തന്നെ. അതുപോലെ വമിനൽ അമലി വത്തഹയ്യത്തി വൽ ഇസ്തിഅദാദ്, മുമ്പ് പറഞ്ഞില്ലേ, ചിലപ്പോ പ്രതീക്ഷിക്കാതെ കണ്ട് ഭഗത്തനായി വരാം എന്ന് പറഞ്ഞു. അത് അപൂർവമാണ്. ഗാലിബിലുള്ളത് എങ്ങനെ ഒരുക്കം ചെയ്തിട്ട് അതിൽപ്പെട്ടാണ് ആ തവജ്ജുഹ് ഇലല്ലാഹി തആല ബിദ്ദുആഇ, ദുആ കൊണ്ട് അല്ലാഹനെ കൊണ്ട തവജ്ജുഹാണ്. കൽബ് അടയോ പറയുന്നവരാരുടോ ഒരാളോട് മൊത്തം നോക്കിയിട്ട് നിങ്ങളെ നോക്കുന്നത് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് സീതയെന്ന് പറഞ്ഞാൽ അതവിടില്ല. തവജ്ജുഹ് ബി കുല്ലിയത്തിൽ കൽബി, അതാ കൽബിന്റെ കുല്ലിയ. മാ കമാലിൽ അദബി, അദബിന്റെ കമാലും വേണം. അള്ളാഹിനെ കൊണ്ടുള്ള ഹുസ്നുൽ പൂർത്തീകരിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്ത് വേണം? നല്ല വമ്പിച്ച റഗബത്ത് വേണം. ആ തേട്ടത്തിന്റെ വിഷയത്തിൽ അസ്മ വേണം, കിട്ടണമെന്ന്.
എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം എനിക്ക് മുട്ടില്ലല്ലോ അള്ളാഹ്. പിന്നെ മസ്അല, അതുപോലെ മസ്അല ജസ്മ എന്നതാക്കി തരണേന്ന് എന്നെ എന്താക്കുക, എനിക്ക് വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നേന്ന് പറയാൻ പറ്റില്ല. ഇജാബത്ത് പിന്തിയാൽ അത് പിന്തിപ്പോയല്ലോ എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഹിക്കമിൽ എന്താ പറഞ്ഞത്, നീ നിന്റെ നഫ്സിനെ തിരഞ്ഞെടുത്ത സമയം, നിന്റെ ആ കോലം അതാണ് നീ വിചാരിക്കണ്ട. അള്ളാഹു തിരിച്ചു. അപ്പൊ നീ ആൺകുഞ്ഞിനെ ചോദിച്ചാൽ പെൺകുഞ്ഞ് തന്നാ വാങ്ങിക്കൊള്ളു. ഞാൻ ചോദിച്ചത് അതല്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ചോദിക്കൂ, മറിയം ബീബിക്ക് അല്ലേ, അല്ല അന്നത്തി ബീബി അല്ലേ, മറിയം ബീബിന് ഉമ്മ. അന്നത്തി ബീബി ചോദിച്ച ആൺകുഞ്ഞിനല്ലേ, കണ്ണല്ലേ കൊടുത്തേ. അത് അള്ളാഹിനെ കൊണ്ട് പൊരുത്തയില്ലായിട്ടല്ല. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് എല്ലാ സമയത്തും പള്ളിയിൽ പോകുന്നില്ല. അപ്പൊ ഞാൻ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതായി പോകുന്നുള്ള വേദാറെല്ലാം ബീബി പറഞ്ഞു. അതന്നെ, അല്ലാണ്ട് തന്നത് വേണ്ടെന്ന് പറയുന്നല്ല. നല്ലോണം വിശന്നിട്ടിരിക്കുന്ന ആൾക്ക് നെയ്ച്ചോറ് വിളമ്പി പോലും, ബിരിയാണി വിളമ്പി പോലും, പത്തന് കൊടുത്തു പോലും എന്തെങ്കിലും പൈപ്പടം കിട്ടിയാലേ ഉണ്ട്. മക്കളില്ലാത്ത സ്ഥാനത്ത് മക്കളെ കിട്ടിയില്ലേ? എനിക്ക് ഞാൻ അങ്ങനെ തന്നെ വേണം, എനിക്ക് ICS പാസ്സാകണോ? ഇപ്പം തന്നെ ICS എന്നിട്ട് പൊണ്ണിനെ സുപ്രീം കോടതിയിൽ ആരാ ജഡ്ജിയാക്കി തീരുമാനിക്കാൻ നമ്മൾ മുസ്ലിം പെൺകുട്ടികളെ കൂടിയാണ്. അപ്പൊ ഇജാബത്ത് പിന്തിയല്ലോ എന്ന് പറയാൻ പാടില്ല. ഇജാബത്ത് അള്ളാന്റെ ഫദ്ല് കൊണ്ട് മാത്രമാണ് എന്ന് ആഗ്രഹിക്കണം. എന്റെ പണിന്റെ പോലീസ് എന്നല്ല. വൽ കറമി, അള്ളാന്റെ കറമിന്റെയും മഹളാണ്. ഒരു അവകാശമല്ല എന്നാ പറയും. അവകാശം, യോഗ്യത, മെരിറ്റ്. പണ്ടേതിലുണ്ടല്ല, ഇത് മെരിറ്റാണ്, എന്റെ ക്രെഡിറ്റ് അല്ല എന്ന് പറയില്ലല്ലോ. എന്റെ ഫദ്ലല്ല, എന്റെ എന്താന്ന് പറയല്, പറയല് ബട്ട് ഓൺ മെരിറ്റ്. എന്റെ യോഗ്യത കൊണ്ടല്ല, അവന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് എന്ന് പറയില്ലേ. പണ്ടെല്ലാം എഴുതി വെക്കുന്നതാണ് സ്കൂളല്ലോ. അതാ വേറെ അമല് കൊണ്ടുമുള്ള ഇസ്തിഹ്ഖാഖില്ല. വലാ സബബിൻ മിൻ ജിഹത്തി ദാഇ, ദുആ ചെയ്യുന്നവന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സബബ് കൊണ്ടുള്ള അവകാശവാദം ഇല്ല എന്നാണ്. അതെ, വറുഅയതി അന്ന ജമീഅ മാ യത്ലബുഹു അൽഅബ്ദു വഫൗഖഹു, അബ്ദ് അല്ലാഹുവിനോട് ചോദിക്കുന്നത് മുഴുവനും അതിന്റെയും അപ്പുറവും, മിമ്മാ ലാ ഐനു റഅത് വലാ ഉദുനു സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ ഹാദിറുൻ ഇൻദഹു, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും ഒരു കൽബിലും ഊഹിച്ച പോലും ചെയ്തിട്ടില്ലാത്തത് അള്ളാഹിനടുത്ത് വേറെ സ്റ്റോക്കുണ്ട്. ഹാദിറുൻ ഇൻദഹു വമൗജൂദുൻ അലാ ദവാം, അതെപ്പോഴും അവിടെ റെഡിയുമുണ്ട്. മാത്രമല്ല അതിന്റെ എത്രയോ മടങ്ങ്, ഇരട്ടിയും ഇരട്ടിന്റെ ഇരട്ടിയും. അതിന് യാതൊരു അറ്റവുമില്ല. എന്നുള്ള ആയത്തോടി നോക്കൂ. ബഹർ മുഴുവനും അള്ളാഹുന്റെ കലിമാത്തിന് വേണ്ടി മഷിയാക്കിയാൽ പോലും ബഹർ വെറ്റിപ്പോകും. കബലാന്തം പത് കലിമാത്തു റബ്ബിയോ തീർന്നിട്ടില്ല. പക്ഷെ അള്ളാഹു തആല ഹക്കീമാണ്. എത്ര അളവ് കൊടുക്കണം, ആർക്ക് എന്ത് കൊടുക്കണം, എന്താക്കണം, എല്ലാം അള്ളാഹിന്റെ ഹക്കീമത്തിന്റെ ഉള്ള നിൽക്കും. നീ വിചാരിച്ച പോലൊന്നുമല്ല. ആർക്ക് ആണിനെ കൊടുക്കണം, ആർക്ക് പെണ്ണിനെ കൊടുക്കണം, ആർക്ക് പണം കൊടുക്കണം, ആരെ ഫക്കീറാക്കണം, അള്ളാഹ് ആരെ ചിരിപ്പിക്കണം, ആരെ കരയിപ്പിക്കണം, എല്ലാം ഹക്കീമിനെ അറിയില്ല. ഓരോ കാര്യത്തിനെയും അതിന്റെ മൗളിയിൽ തന്നെ അല്ലാഹു തആല വെക്കും. ഒരു അറിയപ്പെട്ട അളവനുസരിച്ച് മാത്രമേ ഇറക്കുള്ളൂ. എല്ലാം പൊട്ടുന്നത് ഘോരങ്ങൾ ശരിയല്ല. എന്തിനുണ്ടൊരു അളവ്? എന്താ 10 മക്കളെ കൊടുത്താൽ 100 കൊടുക്കാൻ അല്ലാഹ് കഴിയൂലേ?
വമൻ ഉഅതിയ ദുആ, അപ്പം ഒരാൾക്ക് ദുആ നൽകപ്പെട്ടാൽ ഫഖദ് ഉഅതിയ ഇജാബത്തും അക്കൂട്ടത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ദുആവും ഇജാബത്തും തമ്മിൽ എന്താണ്? ഒരു നാണയത്തിന്റെ രണ്ട് വശം. ഒരു ഭാഗത്ത് സുലൂക്കുണ്ട്, ഒരു ഭാഗത്ത് നിന്നുണ്ട് ജൽബുണ്ട്. ജൽബ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തുന്ന തല പോലെ പെട്ടെന്ന് ലക്ഷ്യം പിടിക്കണമെന്ന് പറഞ്ഞാൽ ജൽബുളി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുഖോപം വന്നു. മുമ്പ് പോകുമ്പോ ശൈത്താന്റെ മർമ്മമായ ഹലാക്കെന്നല്ലേ പറഞ്ഞു. അതങ്ങനെ അല്ലാതെ നിയമത്തായാലും അതിൽ ബട്ട് എന്ന് പറയുന്നത് പഴയകാലത്ത് നോമ്പറ്റാൽ ബട്ടള കണ്ട് നീ നന്ന സംബന്ധിച്ചാൽ എന്നെ ബട്ടള കണ്ട കേട്ടോ എന്ന് പറയും. നോമ്പിനെന്ത് ബട്ടള കയ്യിലൊന്ന് ബട്ട് തന്നെ ജുനൂന്ന വേന. അപ്പോ ഉദുഊനി എന്നാണ് ഈ നാണയത്തിന്റെ ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ച അസ്തജീബിലൊക്കെ ഉദുഊനി എന്താ? സുലൂക്കോ ജലബോ? സുലൂക്ക്. അസ്തജീബിലൊക്കെ ഉദുഊനി അസ്തജീബിലൊക്കെ ഉദുഊനി അസ്തജീബിലൊക്കെ. അപ്പൊ ഉദൂനിൽ എന്തുണ്ട്? അസ്തജീബിലൊക്കെ ഉണ്ട്. അതാണ് ലൗലം തുരിദ് നൈലമാ അർജു വഅത്ലുബുഹു ഫീം ഹൈലി ജൂദികമാ അൽഹംതനി ത്വലബാ. ലൗലം തുരിദ്, അല്ലാഹുവേ നീ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, നൈലമാ അർജു വഅത്ലുബുഹു, ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ തേടുന്നതുമായ കാര്യം എനിക്ക് കിട്ടാൻ വേണ്ടി നീ ഉദ്ദേശം വെച്ചിട്ടില്ലെങ്കിൽ ചോദ്യം വരൂലല്ലോ. അമ്മയും ഫൈല ചോദിക്ക നിന്റെ ജ്യോതിന്റെ ഫലിനാൽ മാ അൽഹം തനി തലബ. അതാണ് എന്റെ ജവാബ്. എന്നിന്റെ ലൗലം തുരിദിന്റെ ജവാബ്. എനിക്ക് തലബിന് നീ ഇൽഹാമാക്കൂലല്ലോ. അവ ചോദിപ്പിക്കുക എന്ന് പറഞ്ഞ് തരാൻ കണക്കാക്കിയിട്ടാന്ന്. قال سيد الإمام علي بن أبي بكر السكران رضي الله عنه في معارج الهداية പറഞ്ഞിട്ടുണ്ട്. اعلم يا أخي أن الدعاء بالمغفرة أفضل الأدعية. ഈ ചോദിക്കേണ്ട കാര്യം എന്താ ഉൾപ്പെടുത്തുന്നത്? മഗ്ഫിറത്ത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദുആയാണ് ദുആയിലെ ഏറ്റവും കൂടുതലെന്നാണ്. വയംബഗി, അതുകൊണ്ട് ഇദാ ദഅവത ബിഹാ, മഗ്ഫിറത്ത് കൊണ്ട് ദുആ ചെയ്താൽ, ഔ ബിഗൈരിഹാ, മഗ്ഫിറത്ത് അല്ലാത്തത് കൊണ്ടും ദുആ ചെയ്താൽ, അൻതഉമ്മ, എല്ലാ മുഅ്മിനീങ്ങളെയും അമ്മാക്കണം എന്നാ പറഞ്ഞു. എനിക്ക് കൊണ്ടാന്നല്ല എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുക. വലാ തഖുസ്സ നഫ്സക, നിന്റെ നഫ്സ് ഖാസാക്കാൻ പാടില്ല. എനിക്ക് സ്വന്തം കാര്യം ചിന്താവാം. വരാല്ലോ എന്തിനും ഏതിനും ഈ ദുനിയാവിന് സ്വന്തം കാര്യം ചിന്താവാം. അത് ദുആയിൽ പറ്റൂല. അതുകൊണ്ടാണ് ഖുർആന്റെ ദുആയിനെ കാണുന്നില്ല, ഇന്ത്യൻ ജമ്മാക്കിയിട്ട് റബ്ബനാ ളലംനാ റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിനാ. ലവൽ മുസ്തഗ്ഫിരി റളിയല്ലാഹു അൻഹു വലിയൊരു ഇമാമാണ്. ഫീ ദഅവാതിഹി, മൂപ്പർ ദഅവാത്തുൽ കിതാബിന്റെ പേരുമാണ്. അതിൽ മർഫൂഅൻ, എന്താ മർഫൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. എന്നല്ലാണ്ട് പൊക്കി വെച്ചതല്ല. മാ മിൻ ദുആഇൻ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഖൗലിൽ അബ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ദുആയുമില്ല അബ്ദ് പറയുന്നതിനേക്കാൾ അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ. ഉമ്മത്ത് മുഹമ്മദ് അങ്ങനെ കുറേ കലിമാത്തുണ്ടല്ലോ. അങ്ങനെ റഹ്മത്തൻ ആമ്മത്തൻ, ആമായ റഹ്മത്ത് ആരും ഒഴിവാക്കണ്ട. وعن أبي برزة رضي الله عنه أنه عليه الصلاة والسلام سمع رجلا يقول, ഒരാൾ പറയുന്നത് തങ്ങൾ കേട്ട് അല്ലാഹു മഗ്ഫിർലി, എനിക്ക് പുറത്തുതാ. അപ്പൊ മഗ്ഫിറത്ത് എനിക്ക് മാത്രം മതിയാ? ഫഖാല ലഹു, തങ്ങൾ പറഞ്ഞു, വൈഹക് ലൗ അമ്മംത ലസ്തുജീബ ലക, നീ മഗ്ഫിറത്തിന് വേണ്ടി ആമ്മക്ക് എന്ന ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. അതിനപ്പുറം കൂട്ടിച്ചേർക്കണം. وعن عمرو بن شعيب رضي الله عنه أنه عليه الصلاة والسلام خرج من الصلاة, നമസ്കാരത്തിൽ നിന്ന് തങ്ങൾ പുറപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു യദഉ, ഉമർ തങ്ങൾ ദ്വാരക്കുന്നുണ്ട്. ഫഖാല അല്ലാഹുമ്മ ഗഫിർ ലീ വർഹംനി, അപ്പൊ സ്വന്തമായി പോയ ഫളറബ മൻകിബൈഹി, ചുമലിനൊരു അടി കൊടുത്തു. സുമ്മ ഖല അമ്മിൻ ഫീ ദുആഇക, എന്റെ ദുആയിൽ അമ്മാക്ക് മറേ
അതുകൊണ്ട് ഫഇന്ന ബൈന ദുആഇൽ ആമ്മി വൽ ഖാസി കമാ ബൈന സമാഇ വൽ അർദ്. ആമായ ദുആന്റെ ഇടയിലും ഖാസായ ദുആന്റെയും ഇടയിലുണ്ട് ആകാശഭൂമിയുടെ അകലുണ്ട് എന്ന് പറഞ്ഞു. ഹദൽ ഹദീസ് വല്ലദീ ഖബലഹു ലം നഖീസ്. രണ്ടാം നമ്പറല്ലേ അത് എൻ്റെ കയ്യിലുള്ള കിതാബിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മുമ്പ് അതുകൊണ്ട് എല്ലാം മൗദൂആണ് അങ്ങനെ അർത്ഥം വെക്കല്. എഴുതാത്തത് ഉദ്ദേശിക്കാത്തതാ വായിക്കാം. ബലിന്റെ ഇടയിലേക്ക് കൂടിയാ വായിക്കല്. ഏതാപ്പുറം വായിക്കല്. ഏത് അതിന്റെ അപ്പുറം തന്നെ വാലിദ് തന്നെ അപ്പുറം കൂട്ടിയിട്ടുണ്ടാവും. റബ്ബിഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല മുഅ്മിനാത്ത്. എന്താ തുടക്കത്തിൽ ഈ പറഞ്ഞിടത്തോളം ഫഖദ് ലഹറ അന്ന ദുആ അൽ ആമ്മ ഫളീലതുഹു അലീമത്തുൻ വമൻസിലതുഹു ശരീഫത്തുൻ. ആമ്മ ദുആക്ക് എന്തുണ്ട്? വലിയ ഫളീലത്തുണ്ട്, അതിന്റെ സ്ഥാനം ശരീഫത്തുമാണ്. വഹുവ അഖ്റബു ഇലൽ ഇജാബ, ഇജാബത്തിലേക്ക് അടുത്തതുമായ ദുആയാകുന്നു. ഫായിദത്തുൻ قال عون بن عبد الله بن عتبة رضي الله عنه പറയുന്നു اجعلوا حوائجكم التي تهمكم في الفريضة. നിങ്ങൾക്ക് എപ്പോഴും ഹമ്മുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹാജത്തുണ്ടല്ലോ, അത് ഫർദ് നിസ്കാരങ്ങളിലാക്കണം. فإن الدعاء فيها, അതുകൊണ്ട് ഫരീദത്തിലുള്ള ദുആ ഫളലുഹു കഫളലിഹി അലൻ നാഫില. ഫർളും സുന്നത്തും തമ്മിൽ അതിന്റെ ദർജ പോലെയാണ് ഫർളിൽ ചോദിച്ച ദുആയും സുന്നത്തിൽ ചോദിച്ച ദുആയും തമ്മിലുള്ള വ്യത്യാസം. وعن عمر بن عبد العزيز رضي الله عنهم يرفعه എന്ന് പറഞ്ഞ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സനദ് എത്തിച്ചുകൊണ്ട് പറഞ്ഞു ബാറക്കല്ലാഹു ലറജുലിൻ ഫീ ഹാജത്തിൻ അക്സറ ഫീഹാ ദുആ ഔതിഹാ ഔ മുനിഅഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔ റജുലിന് ബറക്കത്ത് നൽകിയിരിക്കുന്നു എന്നെന്താക്കാം ഖബരിയാക്കാം. വാർത്ത ഖബരി എന്ന് പറഞ്ഞ ഒരു വാർത്ത പറയില്ലേ, ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബറക്കത്ത് ചെയ്യട്ടെ ദ്വാരക്കലാണ്. ഒരു കലാമിൽ എന്തുണ്ടാവും? ഖബരിയുണ്ട്, ഇൻഷായിയുണ്ട്. ഖബരി എന്ന് പറഞ്ഞാൽ ആ വാർത്ത മുഖേന ഒരാൾക്കൊരു അറിവ് എത്തിച്ചു കൊടുക്കലാണ്. ചിലതെന്താക്കും? ഇൻഷായി. ഇപ്പൊ ദബയത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് കെട്ടിച്ചെന്ന് കിസ്സ പറയലല്ല. ഇതിനാൽ എന്റെ മകള് നിന്റെ ഇണയായും ഇവിടുന്ന് അങ്ങോട്ട് വയ്ക്കുന്ന അർത്ഥം ഇൻഷാ. ചിലത് ഖബറിനെ പറ്റുള്ളൂ, ചിലത് ഇൻഷായിനെ പറ്റുള്ളൂ. അങ്ങനെ പല ജുംലക്ക് പലതിനുണ്ട്. അപ്പൊ ഒരു ഹാജത്തിന് ഏതാജത്ത് ആ ഹാജത്തിന് വേണ്ടി ദ്വാന വർദ്ധിപ്പിച്ച് മക്കളുണ്ടാകാനെ പഠിച്ചവനെ 24 മണിക്കൂർ എന്തോ മക്കളുണ്ടാകാനെ പഠിച്ചവനെ. അപ്പം ആ ഹാജത്തിൽ വന്ന് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അത് മുഴത്തിയ അത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ആ ഹാജത്തിൽ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ومر رضي الله عنه برجل في يده حصاة يلعب بها. അതാ നേരത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു കിടക്ക് നടന്നു പോയി, അയാളെ കയ്യിൽ കല്ലുണ്ട്, അതുകൊണ്ട് കളിക്കുന്നു. വഹുവ യഖൂലു അല്ലാഹുമ്മ സബ്ബിജ്നി മിനൽ ഹൂറിൽ ലഈൻ എന്നാണ് അയാൾ ദ്വാരക്കുന്നത്. ഫഖാല ബിഇസൽ ഖാതിബു അൻത, നീ പെണ്ണിട്ടാൻ ബോധിയുള്ള ഒരു കുറ്റം കെട്ടവനാണ്. എന്നല്ല ഇതിനേക്കാൾ മുന്തി എന്തെല്ലാം ചോദിക്കാനുണ്ട്. അലാ അൽഖൈതൽ ഹസാത വഅഖലസ്ത ഇലല്ലാഹി ദുആ, കയ്യിലുള്ള കല്ലങ്ങ് ചാടിയിട്ട് ഇഖ്ലാസോടെ ദ്വാരക്കണം. ഇവിടുന്ന് മൊബൈലോട്ട് കളിക്കാതിരിക്കുന്ന ഒരാൾ ഇങ്ങനെ നോക്കും, ഞാൻ നോക്കുന്ന കാണുമെന്ന് നോക്കും. അപ്പൊ ഇതുകൊണ്ടെന്നാ നമ്പർ കിട്ടില്ല. നമ്മൾ ഇടുന്ന ഓരോ എണ്ണം കൊടുക്കുന്നുണ്ട്, കൂട്ടത്തിന് മിസ്സാക്കിയിട്ടുണ്ട് പറയല്ല. ഉസ്താദ് ഇത്ര അധികം ചെല്ലിനെന്താ കുറെ എണ്ണത്തിനെ സാക്കിത്താക്കിയിട്ടുണ്ട് ഇടുന്നു. ചെല്ലുമ്പോണ്ടാവും അവനെ തന്നെ ഉള്ളി പറിക്കുന്നുണ്ട്, മസിൽ പിടിച്ച് പറിക്കുന്നുണ്ടാവും, താടി പിടിച്ച് വലിക്കുന്നുണ്ടാവും. തീരുമ്പൊക്കെ ഇത്തരം പുടം പൊടിയുണ്ടാവും കഴിയുമ്പോൾ എന്താന്ന് പിടിച്ച് കുറച്ചിട്ട്. അപ്പൊ കയ്യിലുള്ള കല്ലങ്ങ് ചാട് എന്ത് രഹനാസ് കൊണ്ടുകൂടെ ദ്വാരക്ക്. അപ്പൊ സബ്ബിജിനി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഖാത്തിബ് എന്ന് അയാളെ പറ്റി പറഞ്ഞത്. നീ ഒരു ഗുരുത്തം കെട്ട ഖാത്തിബാണ്.
അവർ ഊരള്ളിനെ ചോദിച്ചത് കൊണ്ടല്ല കേസ്. അപ്പൊ ഇപ്പോഴത്തെ കല്ലിന് കൂട്ടത്തിൽ മൊബൈൽ ഫോണെല്ലാം കുട്ടിക്കും അറിയണ്ട. ചായ ഇട്ടുണ്ട് കിട്ടൂല, ചായന് സാക്കിട്ടാക്കൂല. ചെല്ലുമ്പോ എന്താ ചെല്ലുന്ന ബായി നോക്കുന്നുണ്ടാവും. 4 അക്ഷര ലത്തീഫേ പറയാനുണ്ടാവുള്ളൂ. അതിലൊന്നുണ്ടാവും ലത്തീഫ് ഉണ്ടാവും, ബാക്കി ശബ്ദ് അതിന്റെ നീട്ടം പോയിട്ടുണ്ട്. പിന്നെ ഫിയാലിറ്റി ആയിട്ടുണ്ട്, തീഫിയാലായിട്ടുണ്ട്. പിന്നെ തോക്ക് പകരം താ വന്നിട്ടുണ്ടാവും. അപ്പൊ 4 അക്ഷരം പറയുമ്പോഴത്തേക്ക് +1 ഖത്ത വന്നിട്ടുണ്ട്. 5 ഖത്ത വന്നില്ല. പിന്നെ തീഫിയാലുണ്ട്. പിന്നെ അതുണ്ട്. അല്ല ത്വാ പറയുമ്പോൾ ഇങ്ങനെ പണ്ട് കണ്ട് നിറച്ച് കഞ്ഞൊടിക്കാൻ വേണ്ടിയിട്ട് പിലായിലെ ഹോട്ടല് ഒരു ഇറുക്കിന് കുത്തു പോയിസ് വേണ പോയിസ് ആറന്മുളാട്ടം കാട്ടിന് അടി കിട്ടു. അത് ചുണ്ടും പല്ലും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. ബീസ എന്ന് മുപ്പറ കുറ്റപ്പെടുത്തിയത് ഖാത്തിബ്, നീ ഒരു കുറ്റം കെട്ട പണിട്ടാൻ പോകുന്നവനാന്ന്. ആ കളി മതിയാക്കി ഇഖ്ലാസോടെ ദ്വാരക്കുന്നു കിട്ടും. പക്ഷെ ഫർദിനോട് താപിയാൻ പാടാന്ന് ഫർദിലേക്ക് ചേർക്കപ്പെടില്ല. പിന്നെ ഇനി ഇബാദത്തിന്റെ പറ്റ ടൈമുകളാണ് കുറേ പറയുന്നത്. നല്ലൊരു മുസന്നിഫ് വല്ലാത്തൊരു നുസഹിന്റെ ഒരു അയിന് തന്നെ അല്ലാഹു തആല ഉപ്പറാക്കി. തംബീഹൻ യുസ്തഹബ്ബു അൻ യജ്തഹിദൽ മർഉ ഫിൽ ഇബാദത്തി ഫി അശ്രി ദിൽഹിജ്ജ. ദിൽഹിജ്ജന്റെ ആദ്യത്തെ 10 ഉദ്ദേശിക്കുന്നു. മൊത്തത്തിലുണ്ടെങ്കിലും ആദ്യത്തെ 10 അതിൽ ഇബാദത്തെ കുറിച്ച് ഉത്സാഹിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എപ്പോഴും അത് സ്വീകരിക്കുമ്പോൾ തയ്യാറായിട്ട് ഒരുങ്ങി നിൽക്കുക. അതുകൊണ്ട് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ സൗഭാഗ്യവാനാവുകയും ചെയ്യും. വലഖദ് വറദത് അഹാദീസു കസീറത്തുൻ, ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. തഹസ്സു അലൽ അമലി സ്വാലിഹി ഫി അശ്രി ദിൽഹിജ്ജ, ദുൽഹിജ്ജന്റെ 10 ദിവസങ്ങളിൽ ധാരാളം അമൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഹദീസ്. ഫമിൻ ദാലിക, അതിൽപ്പെട്ട ചിലത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദിഹിൽ അയ്യാം. കണ്ടോ, ഒരൊറ്റ ദിവസങ്ങളുമില്ല. എങ്ങനത്തെ ദിവസം? ആ ജംലന്റെ സിഫത്താണ് ഇത്. അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല. സ്വാലിഹായ അമല് ആ ദിവസങ്ങളിൽ അല്ലാഹു തആലക്ക് ഏറ്റവും മഹബ്ബാണ് എന്നുള്ള സിഫത്തുള്ള ദിവസം വേറില്ല. മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ. അപ്പൊ ഈ എന്ന് പറയുന്ന എന്തിലേക്ക് ഇഷാറത്ത്? അത് സഹാബികൾക്ക് തിരിയും. ഈ എന്ന് പറഞ്ഞിടത്തേക്ക് ഇഷാറത്ത് അതാ അയ്യാമുൽ അശ്റ ഉദ്ദേശം. ആ പറഞ്ഞ സാഹചര്യം നോക്കിയിട്ട് കലാമിൽ ഇവിടെ എന്നുള്ളത് കലാമ് നോക്കിയാൽ കിട്ടൂല. അതുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കാനോ ഹദീസ് വ്യാഖ്യാനിക്കാനോ സഹാബത്തിന്റെ ആവശ്യം നേരിടുന്നത്. സാഹചര്യം സഹാബത്തിന് അറിയുള്ളൂ, കലാമിൽ സാഹചര്യം ഉണ്ടാവുമോ? ഖാലൂ യാ റസൂലല്ലാഹ്, ചോദിക്കുന്നു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ഫീ സബീലുള്ള ജിഹാദും അല്ലേ? ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ജിഹാദുമില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി സുമ്മ ലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഒരു റജുലൊഴികെ അയാൾ എന്താക്കി? നഫ്സും മാലുമായിട്ട് ജിഹാദിന് പുറപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ. അപ്പൊ ഷഹീദായി എന്നർത്ഥം. അപ്പൊ അയാൾക്കൊരു പ്രത്യേകം മഹത്വം കൽപ്പിക്കണ്ടേ? അത് ഒഴിവായിട്ട് ബാക്കിയൊന്നും. وعن أبي هريرة رضي الله عنه البخاري لا രണ്ടാം നമ്പറല്ലേ. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم ما من أيام أحب إلى الله أن يتعبد له فيها من عشر ذي الحجة.
ഇബാദത്തെടുത്തെന്ന് അല്ലാഹു തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങളില്ല അൻയുതഅബ്ബദ ഫീഹ, അതിൽ അല്ലാഹു തആലക്ക് ഇബാദത്തെടുക്കാൻ മിൻ അശ്രി ദിൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസങ്ങളേക്കാൾ. എന്താണ്? യഅദിലു സിയാമ കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സന, അതിൽപ്പെട്ട ഓരോ ദിവസത്തെ നോമ്പും ഒരു കൊല്ലത്തെ നോമ്പിന് തുല്യമാണെന്നാണ്. വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തിൽ ഖദർ, അതിൻ്റെ ഓരോ രാത്രിയിലുള്ള ഖിയാമ് ലൈലത്തുൽ ഖദറിന്റെ ഖിയാമിനോട് തുല്യമാകും എന്നാ പറഞ്ഞു. ഇതുകൊണ്ടാണ് എന്താക്കി ഫുഖഹാക്കന്മാർ റമദാന്റെ അവസാനത്തെ 10 അഫ്ളല്, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 അഫ്ളല് എന്ന് ഫത്വൽ മുഈനിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഹദീസിന്റെ ലാഹിറ നോക്കിയാൽ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ഷറഫ് എന്നാ പറഞ്ഞു. ആ ഷറഫ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? യൗമു അറഫ ഉണ്ട്. പിന്നെ ഈ ഹദീസിന്റെ ഇത് ലാഹിർ കൊടുക്ക് 10 ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ഇനി റമദാൻ മാസം ഒരു ലൈലത്തുൽ ഖദ്റേ ഉള്ളൂ. അത് മറ്റുള്ള വിശദമായി പറഞ്ഞിട്ട് ذكر الشيخ عبد القادر الجيلاني رضي الله تعالى عنه ونيل برن أن سيد الإمام علي بن أبي طالب كرم الله وجهه ووريه كان يفرغ نفسه للعبادة في 4 ليال من السنة. കൊല്ലത്തിലുള്ള 4 രാത്രിയിൽ ഇബാദത്തിന് വേണ്ടി എല്ലാ തിരക്കും മാറ്റിവെച്ചു. ഇതെല്ലാം വഹിയ അവ്വലു ലൈലത്തുൻ മിൻ റജബിൻ, റജബ് മാസത്തിലുള്ള ആദ്യത്തെ രാത്രി. വലൈലത്തുൽ ഈദൈൻ, 2 പെരുന്നാൾ രാത്രി, അപ്പം 3 എണ്ണായി. വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിലെ ലൈലത്തുൽ നിസ്ഫി നമുക്കറിയാലോ, ലൈലത്തുൽ ബറാഅ എന്നും പറയും. وكان من دعائه فيها كرم الله وجهه, അലിയാർ തങ്ങൾ ആ സമയത്ത് ദുആയിൽ പെട്ടതാണ് اللهم صل على سيدنا محمد وآله مصابيح الحكمة وموالي النعمة ومعادن العصمة وعصمني بهم من كل سوء ولا تأخذني على غرة ولا على غفلة ولا تجعل عواقب عمدي حسرة وندامة وارض عني فإن مغفرتك للظالمين وأنا من الظالمين. اللهم اغفر لي ما لا يضرك وأعطني ما لا ينفعك فإنك الواسعة رحمتك البديعة حكمتك فأعطني السعة والدعة والأمن والصحة والشكر والمعافاة والتقوى وافرغ الصبر والصدق علي وعلى أوليائه فيك وآتني اليسر ولا تجعل معه العسر وعم بذلك أهلي وولدي وإخواني فيك ومن ولدني من المسلمين والمسلمات والمؤمنين والمؤمنات. എല്ലാവരും തങ്ങളെ ദുആ കഴിഞ്ഞു. ഇവിടെ നഫ്സിനെ കൊണ്ട് ഖാസാക്കിയിട്ടില്ല, കണ്ട് അവല ഔലിയാഹി ഫീക എല്ലാം കൂട്ടിക്കഴിഞ്ഞു. വഅമു ബിദാലിക അഹ്ലി വവലദി വഇഖ്വാനി എല്ലാം വന്നല്ലോ. അത് കാണുമ്പോൾ തന്നെ ഖാസാക്കി എന്ന് പറഞ്ഞ കണ്ട